ഞാൻ ഫാദർ ജോർജ് തിരുവങ്ങുന്നേൽ, കാഞ്ഞിരപ്പള്ളി രൂപത കമ്പമേട്ട് ഇടവകയിൽ വികാരിയാണ്. കഴിഞ്ഞ നവംബർ 23 എൻ്റെ ഫോണിലേക്ക് ഒരു SMS സന്ദേശം ലഭിച്ചു. എൻ്റെ കാർ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന എൻ്റെ ഉടമസ്ഥതയിലുള്ള ബൈക്കിന് പിഴ ചുമത്തിക്കൊണ്ടാണ് SMS സന്ദേശം. പരിവാഹൻ വെബ്സൈറ്റിൽ അന്വേഷിച്ചു. അപ്പോൾ കണ്ടെത്തിയത് ഒരു സ്ത്രീ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകുന്ന ചിത്രമാണ് അവർ ചെല്ലാനോടൊപ്പം ചേർത്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് തെറ്റുപറ്റിയതാവാം എന്ന ചിന്തയിൽ ഉടൻ തന്നെ പരിവാഹൻ വെബ്സൈറ്റിൽ പരാതിപ്പെട്ടു. പരാതി നമ്പറും ലഭിച്ചു. തുടർന്ന് പരാതിയുടെ തൽസ്ഥിതി അന്വേഷിക്കുമ്പോൾ ഡിസംബർ 1 മുതൽ കാണുന്നത് അത് കൊല്ലം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് പരാതി കൈമാറിയിട്ടുണ്ടെന്നാണ്. നാളുകൾ കാത്തിരുന്നിട്ടും നടപടി ആവാത്തതിനാൽ ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഈ കാര്യം അറിയിച്ചുകൊണ്ട് പരാതി നൽകി. ആദ്യത്തെ പരാതി അയച്ചു. പരാതി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മറുപടി ലഭിച്ചു. നടപടിയായില്ല. തുടർന്ന് വീണ്ടും പരാതി അയച്ചു. പരാതി കൈപ്പറ്റി എന്ന മറുപടി ലഭിച്ചു. നടപടിയായില്ല. ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് തുടർന്ന് ഞാൻ KB ഗണേഷ് കുമാറിന് പരാതി നൽകി. പരാതി അന്വേഷിച്ച് നടപടി സ്വീകരിക്കുന്നതാണ് എന്ന മറുപടി ലഭിച്ചതല്ലാതെ പരിഹാരം ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ നവംബറിൽ കൊടുത്ത പരാതി ഫെബ്രുവരി മാസമായിട്ടും നടപടികൾ ആവാത്ത അവസ്ഥയിലാണ്. ഈ കാര്യങ്ങൾ ഞാൻ പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തി, സോഷ്യൽ മീഡിയയിലൂടെയും പ്രസിദ്ധപ്പെടുത്തി. അപ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് എനിക്ക് ലഭിച്ചത്. 500 രൂപയാണ് പിഴയായിട്ട് ചുമത്തേണ്ടത്. ഈ 500 രൂപ പിഴ അടച്ച് പ്രശ്നം പരിഹരിക്കുവാനാണ് ഇങ്ങനെയുള്ള പിഴ ചുമത്തലുകൾ, തെറ്റായ പിഴ ചുമത്തലുകൾ ഉണ്ടായാലും ആളുകൾ ശ്രമിക്കുക. കാരണം ഇതിനായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ 500 രൂപയിൽ അധികം ചിലവാകും എന്നുറപ്പാണ്. എന്നാൽ 500 രൂപ അടച്ച് ഇത് പരിഹരിക്കുവാൻ പരിശ്രമിക്കുന്നത് അനീതിക്ക് കൂട്ടുനിൽക്കുന്നതാണെന്നും നമുക്കറിയാം. എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ ലഭിച്ച പല പ്രതികരണങ്ങളിൽ ഏറ്റവും രസകരമായത് കൊല്ലത്തുകൂടി ബൊലീറോയിൽ യാത്ര ചെയ്തപ്പോൾ ഹെൽമറ്റ് വെക്കാത്തതിന് ഗതാഗത വകുപ്പ് പിഴ ചുമത്തി എന്നതും അതിൻ്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ആണ് എന്നതുമായ ഒരു കാര്യമാണ്. ഇത് ആസൂത്രിതമായി അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ആസൂത്രിതമായിട്ട് പലയിടങ്ങളിലായിട്ട് പലർക്കും ഇപ്രകാരമുള്ള പിഴ ചുമത്തുന്നുണ്ട് എന്ന് ആളുകൾ പറയുന്നു. പലരുടെയും അഭിപ്രായത്തിൽ ഇതൊരു സംഘടിതമായ സർക്കാർ സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു കൊള്ളയുടെ ഭാഗമാണെന്നാണ് പലരും അഭിപ്രായപ്പെടുക. കാരണം പലയിടങ്ങളിൽ പലർക്ക് 500 രൂപ വീതം പല ദിവസങ്ങളിൽ പിഴ ചുമത്തിയാൽ ആരും തന്നെ നിയമ നടപടിക്ക് പോകണമെന്നില്ല. പണം അടച്ച് പ്രശ്നം പരിഹരിക്കുവാൻ ശ്രമിക്കും. അങ്ങനെ സർക്കാരിന് വരുമാനമാവുകയും ചെയ്യും. എന്താണെങ്കിലും നമ്മുടെ ട്രാഫിക് നിയമങ്ങൾ പലതും ജനങ്ങളുടെ സുരക്ഷയേക്കാൾ ഉപരിയായിട്ട് ഖജനാവ് വീർപ്പിക്കുവാനുള്ള മാർഗങ്ങളാണ് എന്ന് ആളുകൾ അത്ഭുതപ്പെടുന്നതിൽ നമുക്കും അല്പം കഴമുണ്ട് എന്ന് മനസ്സിലാകും. ഇത്തരം അനുഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവമായതുകൊണ്ട് സംഘടിതമായ ഒരു പ്രതിഷേധം ഉണ്ടാവുകയില്ല എന്ന വിചാരത്തിൽ അധികാരികൾ നിഷ്ക്രിയരായിട്ടിരിക്കുന്നത് തികച്ചും പ്രതിഷേധാർഹമാണ്, എതിർക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ ഇത് പൊതുസമൂഹത്തെ അറിയിക്കുവാൻ ഞാൻ മുന്നോട്ട് കടന്നു വരുന്നത്.